ബഹുമാനമുള്ള ബഹുമാനിയായ ഉസ്താദുമാരെ, സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ഇന്ന് വിവിധ മേഖലകളിൽ, മഹല്ലുകളിൽ, അതുപോലെ സ്ഥാപനങ്ങളിലൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അഷ്കരി ഉസ്താദുമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രയാസപ്പെടുന്നവര്, അസുഖമുള്ളവര് അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമുള്ള ഒരു ഒത്തുചേരലാണ് നാം പങ്കെടുത്തിരിക്കുന്നത്. സാധാരണ ഒത്തുചേരലിനേക്കാൾ ഉപരി വർഷങ്ങൾ ഇവിടെ ഒരുമിച്ച് ജീവിച്ച് പഠിച്ച് അതിനുശേഷം ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയവർ ഇന്നിവിടെ ഒത്തുകൂടുകയാണ്. ആ സമയത്ത് വിവിധങ്ങളായ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവാം, നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അയവാക്കാനുണ്ടാവാം. അതൊക്കെ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്നാലും പലരും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടെങ്കിൽ ചിലരൊക്കെ അസറിനാണ് വന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാനതിൽ പ്രധാനമായി കാണുന്നത് ഇന്നത്തെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഇവിടെയുള്ള ഉസ്താദുമാർക്കും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കൊക്കെ നിങ്ങൾ കാണുമ്പോഴേ പ്രധാനമായും സന്തോഷിക്കുന്ന ഒരു വിഷയം, ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും ഈ റേഞ്ചിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആരും അങ്ങനെ പരിധിക്ക് പുറത്തു പോയിട്ടില്ല, നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് എന്നും മനസ്സിലാക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. പല മേഖലകളും നമ്മൾ കാണുകയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് നിങ്ങളെ മുഖത്തോട് മുഖം കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതൊരു വലിയ സന്തോഷമാണ്. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ട രീതിയും അതിൻ്റെ പ്രത്യേകതയും രൂപവുമൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ നാം ഗൗരവമായി മനസ്സിലാക്കി. ആത്മീയതയാണ് പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമായ രൂപം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തുടങ്ങി നമുക്കറിയാവുന്ന പോലെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് പ്രബോധനത്തിന് വന്ന ഖാജ തങ്ങൾ ഉൾപ്പെടെ കാണിച്ച രീതി ആത്മീയതയാണ്. ആത്മീയതയിലൂടെയാണ് ശരിക്കും ഇസ്ലാമിന്റെ പ്രബോധനം സാധ്യമാവേണ്ടത്. അതല്ലാതെ ഒരു അനിസ്ലാമികമായ വിവിധ കലാരൂപങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത്
ഇസ്ലാമിന്റെ വേലികെട്ടുകൾ തകർക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നീങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴേ ഇന്ന് കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത്, ഗൗരവമായ തെറ്റുകളിൽ ഏർപ്പെടുന്നത് വിവരമുള്ളവരാണ്. ഒരുപക്ഷെ ബിരുദമുള്ളവരോ അനന്തര ബിരുദമുള്ളവരോ അങ്ങനെയൊക്കെ. വിവരമില്ലാത്തവർ പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അവര് ആ രീതിയിലുള്ള തെറ്റുകളിലേക്കൊന്നും പോകുന്നില്ലായിരിക്കാം. പക്ഷേ ബിരുദത്തോടൊപ്പമാണ് ഇന്ന് കൂടുതൽ തെറ്റുകൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോ ആ രീതിയിലുള്ള സ്വഭാവത്തിലേക്കൊന്നും നമ്മൾ എത്തിപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മിൽ അർപ്പിതമായ കർത്തവ്യം നല്ല പ്രബോധനാണ്. അതിന് ഇന്ന് സാധ്യമായ ഏറ്റവും നല്ല രൂപമാണ് നമ്മൾ ആദ്യം ഒരു അശ്വരിയാവുക എന്നത്. നല്ല അകക്കാവുള്ള അറിവുള്ള ഇസ്ലാമിനെയും ശരീഅത്തിനെയും ശരിയായി ഉൾക്കൊണ്ട ഒരു അശ്വരിയാവുക, ഒരു മുസ്ലിം ആവുക എന്നത് അതാണ് ഒന്നാമത്തെ പ്രബോധനത്തിന്റെ നല്ല വഴി. അതിലൂടെയാണ് മറ്റു കാര്യങ്ങളൊക്കെ സാധ്യമാവേണ്ടത്. അതിൽ നാം ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ജീവിക്കുന്നവരാണ്. ചിലർ പള്ളിയിലായി ജീവിക്കുന്നു,